ഫ്രാൻസ് 2 മൊറോക്കോ 0 2022 വേൾഡ് കപ്പിലെ സെമിഫൈനലിലെ റീപ്ലേ എന്ന് പറഞ്ഞപ്പോൾ ലിറ്ററലി ഒരു ഡിറ്റോ റീപ്ലേ ആയിരിക്കും എന്ന് ഞാൻ കരുതിയില്ല. എക്സാക്ട് സെയിം സ്കോർ ലൈൻ. ഞാൻ കുറച്ചുകൂടി ഒരു ടൈറ്റ് ഗെയിമാണ് എക്സ്പെക്ട് ചെയ്തത്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഫ്രാൻസ് ഹാഡ് ടു മച്ച് ഫയർ പവർ എന്ന് തന്നെ പറയണം. അന്ന് വെച്ച് മൊറോക്കോ ഒരു നെഗറ്റീവ് ഫുട്ബോൾ കളിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഒരുപക്ഷെ സൈബാരി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആ ഫ്രണ്ട് സൈഡിനെ കുറച്ചുകൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റിയാണ്. എന്നാൽ പോലും ഈ ഫ്രഞ്ച് സൈഡിനെ ഇവർക്ക് തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എംബാപ്പെ കളിച്ചില്ലെങ്കിൽ ഡെംബെലെ കളിക്കും, ഡെംബെലെ കളിച്ചില്ലെങ്കിൽ ഒലീസെ എന്തായാലും കളിക്കും. ഇവന്മാരെ എങ്ങനെ തോൽപ്പിക്കാനാണ്? ഫസ്റ്റ് ഹാഫിൽ എംബാപ്പെ ഒരു പെനാൽറ്റി മിസ് ചെയ്തു. ഫസ്റ്റ് ഹാഫിലെ മേജർ ഹൈലൈറ്റും അത് തന്നെയായിരുന്നു. എനിക്കിപ്പോൾ തോന്നുന്നു മെസ്സി എന്ത് ചെയ്താലും ഞാനും അത് തന്നെ ചെയ്യും എന്ന് പറയുന്ന രീതിയിലേക്കാണ് എംബാപ്പെ പോയിക്കൊണ്ടിരിക്കുന്നത്. മെസ്സി ഈജിപ്റ്റായിട്ട് പെനാൽറ്റി മിസ് ചെയ്തു, പിന്നെ ഒരു കിടിലൻ ഗോൾ അടിച്ചു. അതുപോലെ തന്നെ എംബാപ്പെ ഇന്നലെ ഒരു പെനാൽറ്റി മിസ് ചെയ്തു. അതിനുശേഷം 60ാമത്തെ മിനിറ്റിൽ ഒരു കിടിലൻ കേളർ. ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളിക്ക് ആ ഷോട്ട് അടിക്കാനുള്ള സ്പേസ് ഒന്നും അവിടെ ഉണ്ടായില്ല. പക്ഷെ പുള്ളി എംബാപ്പയാണ്, പുള്ളി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. ഉടനെ തന്നെ ഡെംബെലെ ഒരു ഗോളും കൂടി അടിച്ചു, സ്കോർ ലൈൻ 2-0 ആക്കി. 76 മിനിറ്റ് ആയപ്പോഴത്തേക്ക് അവർ എംബാപ്പനെ സബ് ഔട്ട് ചെയ്യുകയും ചെയ്തു. നമ്മളെല്ലാവരും പറയാറുണ്ട് ഫുട്ബോളിൽ 2-0 എന്ന് പറയുന്ന ഒരു ഭയങ്കര ഡേഞ്ചറസ് സ്കോർ ലൈൻ ആണ്. എതിർ ടീം ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കളി ടൈറ്റ് ആകും. പക്ഷെ ഫ്രാൻസിന് അറിയായിരുന്നു അവർക്കൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഉടനീളം ഈ ഗെയിമിൽ അവർ കംഫർട്ടബിൾ ആയിരുന്നു. സോ മൊറോക്കോ ഇനി 2 ഗോളൊന്നും അടിക്കാൻ പോകുന്നില്ല എന്ന് അവർക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. സോ ദ ബെറ്റർ ടീം വൺ. പക്ഷെ മൊറോക്കോ പ്ലേയേഴ്സിന് എന്തായാലും തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ തന്നെ പോകാം. കാരണം പല പ്രമുഖ ടീമുകളെക്കാൾ നന്നായിട്ട് കഴിഞ്ഞ വേൾഡ് കപ്പിലായാലും ഈ വേൾഡ് കപ്പിലായാലും അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് മൊറോക്കൻ പ്ലേയേഴ്സിനെ അവർ ഇൻസ്പയറും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. ഈ ക്ലിനിക്കലായിട്ടുള്ള ഫ്രാൻസ് ടീമിനെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ കമന്റ്സിൽ പറയൂ. ഒന്ന് ഫോളോ കൂടി ചെയ്യണേ. ഗുഡ് ബൈ.